പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കൗതുകകരമായിട്ടുള്ള ഒരു വാർത്തയെക്കുറിച്ച് പറയാം. ബൈബിള് എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ ഈ ബൈബിള് സ്വന്തം കൈപ്പടയിൽ പകർത്തി എഴുതിയ ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വർഷങ്ങളെടുത്തും മാസങ്ങളെടുത്തും ഒക്കെ വളരെ കഠിന പ്രയത്നം കൊണ്ട് സ്വന്തം കൈപ്പടയിൽ ചില ആളുകൾ അവരവരുടെ ആഗ്രഹപ്രകാരം അങ്ങനെ ബൈബിള് പകർത്തി എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നടന്നിരിക്കുന്നത് ഒറ്റ മണിക്കൂർ കൊണ്ട്, അതായത് ഒരു മണിക്കൂർ കൊണ്ട് ബൈബിൾ മൊത്തത്തിൽ പുതിയ നിയമവും പഴയ നിയമവും ഇങ്ങനെ സ്വന്തം കൈപ്പടയിൽ പകർത്തി എഴുതിയിരിക്കുകയാണ്. ഏകദേശം 1000-ഓളം ആളുകൾ ചേർന്നാണ് ഈ ഒരു മണിക്കൂർ കൊണ്ട് ബൈബിള് മൊത്തമായിട്ട് പകർത്തി എഴുതിയിരിക്കുന്നത്. മെൽസാത്ത് നുഹറ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം വചനത്തിന്റെ വെളിച്ചം എന്നാണ്. മെൽസാത്ത് നുഹറ എന്ന പേരിൽ കോട്ടയ്ക്കുപുറം സെന്റ് മാത്യൂസ് പള്ളിയിൽ നടത്തിയ പരിപാടിയുടെ ഭാഗമായി വചനത്തിന്റെ വെളിച്ചം പകരാനാണ് 1000-ലധികം വിശ്വാസികൾ ഒത്തുകൂടിയത്. 1074 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന പഴയ നിയമവും 260 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ നിയമവും ഒരു മണിക്കൂറിനുള്ളിൽ 1000 വിശ്വാസികൾ ചേർന്ന് എഴുതി പൂർത്തിയാക്കി. 6 വയസ്സ് മുതൽ 84 വയസ്സ് വരെയുള്ളവർ ബൈബിൾ പകർത്തി എഴുതാൻ ഒന്നു ചേർന്നിരുന്നു. ഇടവകയിലെ വൈദികർ ചേർന്ന് വചനമെഴുതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിശ്വാസികളെല്ലാവരും ഓരോ അധ്യായം വീതം എഴുതി. ചിലർക്ക് മാത്രം 2 അധ്യായങ്ങൾ. ഒരു മണിക്കൂറിനുള്ളിൽ 1334 അധ്യായങ്ങൾ പൂർത്തിയാക്കി. ഒരു മണിക്കൂർ കൊണ്ട് ലക്ഷ്യത്തിലെത്തിച്ചേർന്നത് മാസങ്ങളുടെ ശ്രമത്തിനൊടുവിലാണ്. കോട്ടയം അതിരൂപതയ്ക്ക് കീഴിലുള്ള കൊട്ടയ്ക്കപ്പുറം സെന്റ് മാത്യൂസ് പള്ളിയിലാണ് ഈ കൗതുകകരമായിട്ടുള്ള കാര്യം നടന്നത്. വളരെ കൗതുകകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് വിശ്വാസികളെ സംബന്ധിച്ച് ഇത്തരത്തില് ബൈബിള് ഇങ്ങനെ പകർത്തി എഴുതുന്ന സമയത്ത് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതായത് ബൈബിളിലെ ഒരു വിശ്വാസം അനുസരിച്ച് അതിൽ ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. അതായത് സ്വന്തം കയ്യിൽ നിന്ന് ഇട്ട് എഴുതുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് പകർത്തി എഴുതുന്ന സമയത്ത് വിശ്വാസികളെ സംബന്ധിച്ച് ചില ഉത്തരവാദിത്തങ്ങൾ അവരുടെ മുകളിലുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം ഇത്തരത്തിൽ പകർത്തി എഴുതുവാൻ വേണ്ടി ശ്രമിക്കാവൂ. അങ്ങനെയാണ് എല്ലാ ആളുകളും പകർത്തി എഴുതുന്നത്. അപ്പോൾ ഇത്രത്തോളം 1000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംരംഭം നടത്തിയ എല്ലാ സംഘാടകരും പ്രശംസ അർഹിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെടുന്ന ആളുകളൊന്നും ബൈബിൾ വായിക്കുവാൻ വേണ്ടി മെനക്കെടാറില്ല. പണ്ട് സമയങ്ങളിലൊക്കെ എല്ലാ ആളുകളും എല്ലാവരുടെയും കുടുംബത്തില്, വിശ്വാസികളുടെ എല്ലാ കുടുംബങ്ങളിലും സന്ധ്യാസമയത്തൊക്കെ ഈ ബൈബിൾ വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഇന്ന് കൂടുതൽ ആളുകൾ മൊബൈലുകളിൽ ഇങ്ങനെ ബൈബിൾ വായിക്കുന്ന ശീലമാണ് ഉള്ളത്. ഓഡിയോ ബൈബിളുകളൊക്കെ മൊബൈലിൽ ഒരുപാട് ആപ്പുകളൊക്കെ ലഭ്യമാണ്. അതിലൊക്കെയാണ് പല ആളുകളും ആശ്രയിക്കുന്നത്. എന്നാൽ പുതിയ തലമുറയിൽപ്പെടുന്ന ആളുകൾ ബൈബിൾ വായിക്കാറേ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പുതിയ തലമുറയെ ഇത്തരം ബൈബിളിലേക്ക് അടുപ്പിക്കുന്നതിന് ഒരു വലിയ പ്രചോദനം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാർപ്പാപ്പ ഈ വർഷം മഹാജൂബിലി വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മഹാജൂബിലി വർഷത്തിന്റെ ഒരു പ്രത്യേക ത്രസ്റ്റ് എന്ന് പറയുന്നത് വചനമാണ്. വചനത്തിലേക്ക് തിരികെ പോകണം എന്നുള്ള മാർപ്പാപ്പയുടെ ആഹ്വാനമാണ് ഇങ്ങനെയൊരു വലിയ സംരംഭത്തിന് ഞങ്ങളെ പ്രയോജനമായിട്ട് മാറിയത്. ഇതിനുവേണ്ടി ഞങ്ങൾ 2 മാസമായിട്ട് അധ്വാനിക്കുകയാണ്. എല്ലാവർക്കും അവർ എഴുതേണ്ട ചാപ്റ്റർ വീഡിയോകൾ കൊണ്ടെത്തിച്ചു. തലേദിവസം സ്ലിപ്പ് കൊടുത്തു, വാട്സപ്പ് മെസ്സേജ് ഇട്ടു. ഇപ്പോൾ ഈ ഇരിക്കുന്നവർ അവർക്ക് ഓരോരുത്തർക്കുള്ള സീറ്റ് അറേഞ്ചറാണ്. അവർ എഴുതേണ്ട ഭാഗം ഇവിടെ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാം വെൽ പ്ലാൻഡാണ്. നമ്മുടെ മതാധ്യാപകരാണ് ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടത്. ഈ ഇടവകയുടെ ബൈബിള് പകർത്തി എഴുതാനുള്ള തീരുമാനത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.